السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. رب يسر ولا تعسر وتمم بالخير. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. സത്യം പറഞ്ഞാൽ വലിയൊരു ഗ്യാപ്പ് തന്നെ നമ്മൾ ഈ സൂറക്ക് മുമ്പുള്ള സൂറത്തുൽ ബയ്യിനയും സൂറത്തുൽ ഖദറും സുബ്ഹാനല്ലാഹ് ഭയങ്കര ഗ്യാപ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ വലിയ ഫضل കൊണ്ട് വീണ്ടും അത് പുനരാരംഭിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും ഒരു ബ്രേക്ക് ഇല്ലാണ്ട് നമുക്ക് എല്ലാ ആഴ്ചയും ഈ ഒരു ഓരോ സൂറത്തുകൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ഖദർ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സൂറത്താണ്, ബൈ ഹാർട്ടായിട്ട് എല്ലാവർക്കും അറിയുന്ന സൂറത്ത് തന്നെയാണ്. 97-ാമത്തെ അധ്യായമാണ്. 5 ആയത്തുകളാണ് ഈ സൂറത്തിനുള്ളത്. ഈ ഒരു സൂറത്തിന്റെ തൊട്ട് മുമ്പ് വരുന്ന സൂറത്ത് സൂറത്തുൽ അലഖും ശേഷം വരുന്ന സൂറത്ത് സൂറ അൽ ബയ്യിനയാണ്. അപ്പം നമുക്ക് ഈ സൂറത്തുകൾ തമ്മിലുള്ള കണക്ഷനൊക്കെ ഇൻഷാ അല്ലാഹ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ സൂറത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ഓരോ ഷായറുകളുണ്ടല്ലേ, അതായത് അള്ളാഹുവിന് ഓരോ പ്രത്യേക മാസങ്ങൾ, പ്രത്യേക ദിവസങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട്, പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല റമദാനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജിനെ കുറിച്ചിട്ട് സൂറത്തുൽ ബഖറയിൽ വീണ്ടും പറയുന്നുണ്ട്, അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സൂറത്തുണ്ട് അല്ലേ. അതുപോലെ ജുമാ നമുക്കറിയാം, ജുമാ ദിവസം പ്രാധാന്യം നമുക്കറിയാം. അതുപോലെ തന്നെ സൂറത്തുൽ ജുമാ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ സൂറത്തിലൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ പ്രതിപാദിക്കുന്ന സൂറത്തിൽ മറ്റു കാര്യങ്ങൾ കൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഉൾക്കൊള്ളിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സൂറത്തുൽ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് മാത്രമാണ്, അതായത് ലൈലത്തുൽ ഖദർ എന്ന രാത്രിയുടെ പ്രത്യേകത കാരണം ഒരു സൂറ മുഴുവനായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ വേറെ ഒരു സൂറത്തുമില്ലേ കംപ്ലീറ്റ്ലി അള്ളാഹു എന്താണ് ഒരു പ്രത്യേക കാര്യത്തിനെ കുറിച്ച് മാത്രം പറയുന്ന, അല്ലെങ്കിൽ പ്രത്യേക അള്ളാഹുവിൻ്റെ ഷായറിൽപ്പെട്ടുള്ള പ്രത്യേക കാര്യത്തിനെ കുറിച്ച് മാത്രം പറയുന്ന മറ്റൊരു സൂറത്തും ഇല്ല, അത് സൂറത്തുൽ ഖദർ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പുള്ള സൂറ അലഖാണ്. അതിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നതായിരിക്കും. സൂറത്തുൽ അലഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള ഏറ്റവും ആദ്യ 5 വാക്യങ്ങളാണ് അല്ലേ പറയുന്നത്, ഇഖ്റ തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ പോകുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തുകൾ എത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹു ആണ് അത് എത്തിക്കുന്നത് എന്ന് വീണ്ടും ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒരു മുഖവുര നൽകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അസ്ബാബുൻ നുസൂൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം സുബ്ഹാനല്ലാഹ് അത് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ള ഈ രാത്രിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ ഒരു സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സൂറത്തിന് മുമ്പും ശേഷമുള്ള സൂറകളായിട്ടുള്ള കണക്ഷൻ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് സൂറത്തുൽ അലഖിൽ അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ്, അതായത് വഹി ആരംഭിച്ചത്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയിട്ടുള്ള 5 ആയത്തുകൾ എത്തിച്ചുകൊണ്ടാണ് വഹി ആരംഭിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡൗട്ടും ഇല്ല അല്ലേ. എന്നാൽ സൂറത്തുൽ ഖദറിലൂടെ എപ്പോഴാണ്, അല്ലെങ്കിൽ ഏതാണ് ആ ദിവസം അല്ലെങ്കിൽ ആ രാവ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കാണിക്കാൻ. അപ്പോൾ ആദ്യത്തേത് എങ്ങനെയാണ് വഹി ആരംഭിച്ചത്, രണ്ടാമത്തെ സൂറത്തുൽ ഖദറിലൂടെ എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് വഹി ആരംഭിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറത്തുൽ അലഖിൽ ഏറ്റവും 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആദ്യമായിട്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ സൂറത്തുൽ ഖദർ ആകെയുള്ളത് 5 ആയത്തുകളാണ്. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ അലഖിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇഖ്റ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കാൻ, എന്താണ് വായിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിലൂടെ ഇന്ന അൻസൽനാഹു, ആ ഹൂവിലൂടെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ അലഖിൽ വസ്ജുദ് വഖ്തരിബ് എന്ന് പറയുന്നുണ്ടല്ലേ, അതായത് നീ സുജൂദ് ചെയ്യുവിൻ, നീ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ക്ലോസസ് ആയിട്ട് അല്ലെങ്കിൽ
ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് പറയുക പ്രതിഫലം കിട്ടുന്ന രാവാണ് ഇത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അല്ലേ. അള്ളാഹുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് കണക്ഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ ലൈലത്തുൽ ഖദ്ർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തൊട്ടടുത്ത ആയത്തിലൂടെ തന്നെ വസ്ജുദ്, അള്ളാഹുലേക്ക് സുജൂദ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ അടുക്കാൻ പറ്റും, അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു പറയുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് സൂറത്തുൽ അലഖും സൂറത്തുൽ ഖദ്റും ആയിട്ടുള്ള കണക്ഷൻ. നമ്മൾ സൂറത്തുൽ ബയ്യന പഠിച്ചപ്പോൾ സൂറത്തുൽ ബയ്യനയും സൂറത്തുൽ ഖദ്റും തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീണ്ടും പോയി നോക്കിയാൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും കേട്ടോ. വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പോകാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും നാം ഇതിനെ, അതായത് ഖുർആനിനെ, വിധി നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആ വാക്കുകൾ നോക്കാം. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നാം, അൻസൽനാഹു നാം ഇതിനെ ഇറക്കി, അതായത് നൂൻ ലാമാണ് അതിന്റെ റൂട്ട് ലെറ്റർ വരുന്നത്. ഫി ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ലൈലത്തുൽ ഖദ്ർ അതായത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നാം ഇതിനെ ഇറക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന എന്നുള്ള വാക്കിനെ കുറിച്ച് ഫസ്റ്റ് മനസ്സിലാക്കാം. ഇന്ന എന്ന് പറയുമ്പോൾ നാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ വി എന്നുള്ള അർത്ഥമാണ് കൊടുക്കുന്നത് അല്ലെ. അതായത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ടാണ് ഇങ്ങനെ തഅദീം അല്ലെങ്കിൽ ഇങ്ങനൊരു ഗ്രേറ്റ്നെസ് കാണിക്കുന്ന വാക്ക് ഉപയോഗിച്ചത്? അതായത് അള്ളാഹു ഈ പറയുന്ന കാര്യം, അതായത് അള്ളാഹുവാണ് ഇറക്കിയിട്ടുള്ളത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആന് അള്ളാഹു, നാമാണിത് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ചും കൂടെ ഗാംഭീര്യം വരുന്നുണ്ട് അല്ലേ. അതായത് അള്ളാഹു എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ഭയങ്കര ഗ്രേറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്ലൂറൽ ഫോമിൽ ഇന്ന എന്ന് ഉപയോഗിച്ചത്. കാരണം അള്ളാഹു പല സ്ഥലത്തും ഇന്നനി അന അള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ അള്ളാഹു ആണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു അവൻ തന്നെയാണ്, അള്ളാഹു ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അതെല്ലാവർക്കും വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഇന്ന എന്നുള്ളത് നമ്മൾ പ്ലൂറൽ ഓഫ് റെസ്പെക്ട് എന്ന് പറയും. അതായത് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലൂറൽ. ഇവിടെ ഒരിക്കലും കുറേ ആളുകൾ എന്നല്ല, അള്ളാഹുവിൻ്റെ ആ ഒരു ശ്രേഷ്ഠത, അള്ളാഹുവിൻ്റെ ആ ഒരു ഓണറബിൾ ഡിവൈൻ ഹൈ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അൻസൽനാഹു, അൻസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറക്കി. അതുപോലെ തന്നെ എന്താണ് നസ്സല നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നസ്സലൽ കിതാബ് ബിൽ ഹഖ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അൻസല എന്നുള്ളത് അഫ്അല എന്നുള്ള ഫോർമാറ്റിലാണ്. അതായത് മുഴുവനായിട്ടും ഇറക്കുക എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണ് ഇവിടെ ഈ അൻസൽ എന്ന് പറയുമ്പോൾ? അതായത് എങ്ങനെയാണ് മുഴുവനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല 23 വർഷം എടുത്തിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാഗങ്ങൾ പാർട്ട് ബൈ പാർട്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഇവിടെ അൻസൽനാഹു എന്ന് ഉദ്ദേശിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലൈലത്തുൽ ഖദ്റിൽ ഇല സമാഇ ദുനിയ, അതായത് ഒന്നാം ആകാശത്തേക്ക് ലൗഹുൽ മഹ്ഫൂദ്, ബൈത്തുൽ ഇസ്സയിലുള്ള ലൗഹുൽ മഹ്ഫൂദിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവനായിട്ടും ഇറക്കി വെച്ചു. എന്നിട്ട് അവിടെ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷ കാലഘട്ടങ്ങൾ കൊണ്ട് കുറച്ചായിട്ട് എവിടെ നിന്നാണ് ഈ ബൈത്തുൽ ഇസ്സയിലുള്ള എന്താണ് ലൗഹുൽ മഹ്ഫൂദിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വതആല, ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ടർത്ഥത്തിലുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ആദ്യമായിട്ട് എന്താണ് പറയുക, വഹി ആരംഭിച്ചെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം ഇറക്കി എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയതിനും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഇറക്കിയതിനും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. ഇനി അതിൻ്റെ കൂടെ തന്നെ അൻസൽനാഹു, ഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വമീർ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, വമീർ അറ്റാച്ച് ആയിട്ടുള്ളൊരു വമീർ ആണ്. അപ്പോൾ ഇവിടെ നമ്മളിതിനു മുമ്പ് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നും യാതൊരു ധാരണയില്ല. പക്ഷേ ഈ കാര്യം
അത്രയ്ക്കും എല്ലാവർക്കും അറിയുന്നൊരു സംഭവം ആയതുകൊണ്ട് അത് നമ്മൾ അത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവന് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അൻസൽനൽ ഖുർആൻ എന്ന് പറയുന്നതിന് പകരം അൻസൽനാഹു, എല്ലാവർക്കും അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ഇവിടെ ഖുർആനെ കുറിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അതിനെ എടുത്ത് പറയാണ്ട് അത്രയ്ക്കും കോമൺ ടോക്കായി മാറിയത് കൊണ്ടാണ് അൻസൽനാഹു എന്നുള്ള ളമീർ ഷാൻ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇനി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്? ഫീ ലൈലത്തുൽ ഖദ്ർ അല്ലേ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല അർത്ഥങ്ങൾ അതിന് വരുന്നുണ്ട്. ലൈല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാത്രി. ഖദ്ർ എന്ന് പറഞ്ഞാൽ ഖദ്റിന് പല തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ആദ്യം അതിനു മുമ്പ് ഈ ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണുള്ളത്, അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസമാണ് ഉൻസില, അതായത് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ സെയിം കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഇന്നാ അൻസൽനാഹു, നാം അതിനെ ഇറക്കി. അതായത് റമദാൻ മാസത്തിൽ ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് ഖുർആനെ ആദ്യമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഒന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി വെക്കുന്നതും. അല്ലാഹു അലം. അപ്പോൾ നമുക്ക് ഇനി ഖദറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ഖദർ എന്ന് പറയുമ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് ഡിഗ്രി അല്ലെ, അല്ലെങ്കിൽ നൈറ്റ് ഓഫ് പവർ, വിധി നിർണയ രാവ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എല്ലാ അർത്ഥത്തിനുള്ള ഉത്തരങ്ങൾ സുബ്ഹാനല്ലാഹ് വരുന്ന 4 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു ദിവസത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ദിനത്തിന് വേർതിരിക്കപ്പെട്ട ദിനം എന്ന് പറയുന്നുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദുഖാനിൽ പറയുന്നുണ്ട് ഫീഹാ യുഫ്രഖു കുല്ലു അംറിൻ ഹകീം എന്ന് പറയുന്നുണ്ട്. ആദ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അതായത് ഈ രാത്രിക്ക് നമ്മൾ ലൈലത്തുൽ മുബാറക്ക എന്ന് പറയാറുണ്ട്. എന്നിട്ട് പറയണ അതിലെന്താണത്? യുഫ്രഖ്, അതായത് വേർതിരിക്കുക. എന്താണ്? കുല്ലു അംറിൻ ഹക്കീം, അതായത് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുക, ഈ ഒരു വിധിദിനത്തിന്റെ രാത്രിയിൽ എന്താണ് എല്ലാത്തിനെയും വേർതിരിക്കുന്നുണ്ട് എന്ന് പറയണം. അതായത് ഈ ബെസ്റ്റ് നൈറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ എല്ലാ അമ്രുകൾ, അതായത് ഈ രാത്രി നമ്മളുടെ എന്താണ് പറയുക കർമ്മ പുസ്തകങ്ങളൊക്കെ എന്താണ് പറയുക അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകൾക്ക് കൊടുക്കുന്ന പറഞ്ഞത്. അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ എന്താണ് പറയുക വർഷങ്ങൾ നമ്മൾ എന്താണ് മുന്നിൽ കഴിഞ്ഞു പോയതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ ആ ഒരു ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷെൽഫ് എടുക്കാന്ന് വെച്ചാൽ നമ്മളുടെ ഫുൾ എല്ലാ ലൈഫിലുള്ള ഫുള്ളും ആ ഷെൽഫിൽ മുഴുവനുണ്ട് ഫോൾഡേഴ്സായിട്ട്. ഓരോ വർഷത്തിനും ഓരോ ഫോൾഡറാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് അള്ളാഹ്ക്ക് നമ്മളെ കുറിച്ചിട്ട് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലറിയാം. പക്ഷെ മലായിക്കത്തുകൾക്ക് നമ്മളുടെ കാര്യങ്ങളൊന്നും അറിയില്ല, അള്ളാഹു എത്തിച്ചു കൊടുത്താലല്ലാതെ. അപ്പോൾ എന്താണ് ഈ ഓരോ ഫോൾഡർ നമ്മൾ ഓരോ വർഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് നമ്മളുടെ ഫോൾഡറുകൾ കൈമാറുന്നത്. ഈ ഒരു വർഷക്കാലം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മരണത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഫോൾഡറിൽ ഈ മലായിക്കത്തുകൾക്ക് കൈമാറും എന്നാണ് പറഞ്ഞത്. അല്ലാഹു അലം. അതുകൊണ്ട് എന്താണ് അള്ളാഹു ഈ ഏറ്റവും ബെസ്റ്റ് രാത്രിയാണത് നമ്മളുടെ വിധികൾ കൈമാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വിധികൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കാം. കാരണം നമ്മൾ ഈ ദിവസം എന്താണ് പറയുക, ഇപ്പോൾ അള്ളാഹിനെ തീരെ എന്താണ് ഇബാദത്ത് ചെയ്യാത്ത ആളുകൾ പോലും ലൈലത്തുൽ ഖദ്റാണ്, അല്ലെങ്കിൽ രാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു രാവ് എന്താണ് ലൈലത്തുൽ ഖദ്റാണെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥനയിലും ഇബാദത്തുകളിലും മുഴുകും അല്ലേ. ആ പ്രാർത്ഥന കാരണം നമ്മളുടെ വിധികൾ മാറാൻ എന്താണ് സാധ്യതയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തായാലും അറിയും അല്ലേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്തല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് വിധികൾ നിർണ്ണയിക്കാൻ തീരുമാനിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വിധികൾ നിർണ്ണയിക്കാൻ ഉദ്ദേശിച്ചത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് റബ്ബ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് ഈ ഒരു അടുത്ത ആയത്തിലൂടെ പറയുന്നുണ്ടത് അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസലീൻ, അതായത് എന്നിൽ നിന്നാണ് എന്ത് അമ്രുകൾ, അതായത് നിയമങ്ങൾ അല്ലെങ്കിൽ കമാൻഡ്സ് എന്നും പറയാം, കാര്യങ്ങൾ എന്താണ് ഇറക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇറക്കുന്നവനാണ് മുർസലീൻ എന്ന് പറയണം. അതിനുശേഷം അള്ളാഹു പറയണം റഹ്മത്തൻ മിർ റബ്ബിക്
ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയാണ് റബ്ബിൽ നിന്നുള്ള കാരുണ്യാണെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഒരു സംശയമില്ല, റബ്ബിന് കാരുണ്യം മാത്രമാണ്. കാരണം നമ്മൾ അശ്രദ്ധയിലായിരുന്ന സമയത്താണെങ്കിലോ റബ്ബ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മളുടെയൊക്കെ വിധികളൊക്കെ എന്തായിരിക്കും അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് തീർച്ചയായിട്ടും ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനാണ്. കാരണം നമ്മൾ ആ സമയത്ത് അള്ളാഹിൻ്റെ അടുത്ത് അങ്ങേയറ്റം മനമുരുകി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന രാവുകളായിരിക്കും മിക്കവാറും ആളുകൾക്ക് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ. അള്ളാഹു പറയാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് എന്നുള്ള അള്ളാഹുവിൻ്റെ കരുതലോട് കൂടിയുള്ള വാക്കുകളാണ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സുബ്ഹാനല്ലാഹ്. അതാണ് അപ്പോൾ ഒന്നാമത്തെ അർത്ഥം സൂറത്ത് ദുഹാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ ഈ മുബാറക് എന്ന് പറയുമ്പോൾ, ലൈലത്തുൽ മുബാറക് എന്ന് പറയുമ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അത് അധികരിക്കുക, അതുപോലെ തന്നെ വർദ്ധിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ വിധി ദിനത്തിന്റെ രാത്രിയിലാണ് എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വിധികളിൽ ബറക്ക കൊണ്ടുവരാനും അത് കൂടുതൽ മെച്ചപ്പെടാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഈ ഖദറിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഷറഫ് എന്ന് കാണിക്കുന്നുണ്ട്. ഷറഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബഹുമാനത്തിന്റെ രാത്രി അല്ലെ. ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ വളരെ ഓണറബിൾ ആയിട്ടുള്ള ഈ ജിബിൽ അലൈഹി സ്വലാം പോലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണ്. അതായത് ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞ പോലെ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത്രയും സുബ്ഹാനല്ലാഹ് മുബാറക്കാണ് അല്ലെ. ആ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ള, ആ ഖുർആൻ കൊണ്ടുവന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വരുന്ന, അത് കൊടുത്തിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള ആ രാവായിട്ടുള്ള അത്രയും എല്ലാം ഓണറബിൾ ആയിട്ടുള്ള അത്രയും ഷറഫോട് കൂടിയുള്ള രാത്രിയാണ് ഈ രാത്രി. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഷരീഫ നമ്മൾ കേൾക്കാറില്ലേ, അതും ഈ രാത്രിയെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. എല്ലാതും എന്താ പറയുക, അത്രയ്ക്കും എന്താ പറയുക, നമ്മളിങ്ങനെ എല്ലാ ഡിഗ്നിറ്ററീസ് എന്നൊക്കെ പറയില്ലേ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയം എന്ന് പറയാറില്ലേ നമ്മൾ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ഫംഗ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ മുഴുവനും ഡിഗ്നിറ്ററീസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ആളുകൾക്ക് തന്നെ ഭയങ്കര അഭിമാനം തോന്നില്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വലില്ലാഹിൽ മസ്അലുൽ അഅ്ല. അതുപോലെ അത്രയും എന്താ പറയുക ഓണറബിൾ ആയിട്ടുള്ള ഒരു രാത്രിയാണ്, ബഹുമാനത്തിന്റെ രാത്രിയാണ് ഈ ലൈലത്തുൽ ഖദർ. അതുപോലെ തന്നെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഞെരുക്കം എന്നുള്ളൊരർത്ഥമുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിന് ഞെരുക്കം എന്നുള്ളൊരർത്ഥം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രിയിൽ മലായിക്കത്തുകൾ എല്ലാ മലക്കുകളും ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമി സത്യം പറഞ്ഞാൽ ഫുൾ കൺജസ്റ്റഡ് ആണ്. അതായത് ഭൂമിയിലുള്ള കല്ലുകളെക്കാൾ കൂടുതൽ മലായിക്കത്തുകൾ അന്ന് ഇറങ്ങി വരുന്നു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഭൂമിയിലെ കല്ലുകൾ എത്ര ഉണ്ട് എന്നുള്ളത് അല്ലേ. അത് മലായിക്കത്തുകളുടെ വലിപ്പം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. അത് ഓരോരുത്തരും ഓരോ അവരുടെ ലെവൽസിനനുസരിച്ചിട്ട് ഓരോ വലിപ്പങ്ങളും അത്രയും ചിറകുകളൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും മലക്കുകൾ ഇറങ്ങി വരുന്ന ഈ ഒരു രാവ് എന്ന് പറയുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സൂര്യൻ്റെ കിരണങ്ങളില്ലാണ്ടാണ് പിറ്റേ ദിവസം രാവിലെ ഉദിക്കാന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ കാരണം, ഈ മലായിക്കത്തുകൾ എല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞ് തിരിച്ചു പോകുന്ന സമയമായതുകൊണ്ട് തന്നെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മളെപ്പോഴും പറയുന്ന നൈറ്റ് ഓഫ് പവർ അല്ലേ. അതായത് ഏറ്റവും പറയുക ഗ്രാൻഡ് ആയിട്ടുള്ള ആ ഒരു രാത്രിയാണ്. അള്ളാഹുവിന് നമ്മളുടെ എല്ലാവരുടെയും ഖദർ മാറ്റാൻ പറ്റുന്ന ആ ഒരു രാത്രിയാണിത് അല്ലേ. നമ്മളതുകൊണ്ട് നമ്മളുടെ ഖദർ യാ റബ്ബ് ഏറ്റവും നല്ല ഖദറാക്കി മാറ്റണേ നമ്മളെപ്പോഴും എല്ലാവരും റമദാൻ്റെ ഈ 10 രാത്രികളിൽ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം ഈ നൈറ്റ് ഓഫ് പവർ അള്ളാഹുവിന് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഖദറുകൾ മാറ്റാം. പക്ഷേ ഈ രാത്രിയിൽ അള്ളാഹു പ്രത്യേകിച്ച് അത് മാറ്റുന്ന ആ ഒരു സമയമാണ്. അതുകൊണ്ട് അതിന് നൈറ്റ് ഓഫ് പവർ എന്നും അതിൽ നമ്മൾ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും കൂടെ നമ്മൾ ആ ഒരു സമയം ഉപയോഗിക്കണം എന്നും കൂടെ അവിടെ ഓർമ്മപ്പെടുത്തണം. പിന്നെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുമ്പം ബിഖാദിരിൻ എന്ന് പറയുന്നുണ്ട്. അതായത് അളവ് എന്നുള്ള അർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പം എല്ലാതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, അള്ളാഹു എല്ലാത്തിനും ഒരു പ്രത്യേക രീതിയിൽ എല്ലാതും ഒരു മെഷേർഡാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരളവുണ്ട് അല്ലേ. അപ്പം ആ എല്ലാ മാറ്റേഴ്സും എല്ലാ കാര്യങ്ങളും ഈ ഒരു രാത്രിയിൽ അളവോട് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൈമാറുന്ന ഒരു ദിവസം, ഒരു രാത്രിയും കൂടെയാണ് നൈറ്റ് ഓഫ് ഡിഗ്രി. എല്ലാതും അള്ളാഹു കണക്കോട് കൂടിയാണ്. അതിനൊരു കണക്കുണ്ട് എന്ന് പറയുന്ന ആ ഒരു കൗണ്ടും കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തുകളിലൂടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അള്ളാഹു നമ്മളടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് അടുത്ത ആയത്തിലൂടെ, രണ്ടാമത്തെ ആയത്തിലൂടെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ.
അതായത് ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്ക് എന്തറിയാമെന്നുള്ള ചോദിക്കണം. ഇവിടെ അദ്റ യുദ്രി എന്ന് പറഞ്ഞാൽ അറിയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ മുമ്പ് എന്താണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്റാക എന്ന് പറയുമ്പോൾ അള്ളാഹു അതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരും. പക്ഷെ യുദിരീക്ക അല്ലെങ്കിൽ യുദിരി എന്നുള്ള വാക്ക് വരാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരൂല. ഒമാ യുദിരീക ലഅല്ല സ്സാഅത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു എന്താണ് പറയുക, ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട് അതെപ്പോഴാണെന്നുള്ളത് അറിയുമോ എന്ന് ചോദിക്കുന്നുള്ളൂ. അതെന്നാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അദ്റാക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരും അതിന് ശേഷം, അല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഖുർആനിൽ പറയുമ്പോൾ ദക്കിർഹും ബി അയ്യാമില്ല, അതായത് അള്ളാഹുവിൻ്റെ എന്താണ് ദിവസങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ളവരെ അറിയിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രാവിൻ്റെ പ്രാധാന്യം, അല്ലെ, ആ അയ്യാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പ്രത്യേക രാവിൻ്റെ ഒരു പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ പറഞ്ഞു തരാണ്. കാരണം നമുക്ക് ആർക്കും അറിയില്ല, ഇത്രയും അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സൂറത്തിൽ ഖദർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാത്രി ഉണ്ടെന്ന് അറിയായിരുന്നു, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു പറയാണ്, എന്താണ് നിങ്ങൾക്ക് ഈ രാത്രിയെക്കുറിച്ച് എന്തറിയാം? വമാ അദ്റാക, എന്ത് നിനക്ക് അറിയിച്ചു തരുന്നു. അതായത് വമ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്റാക നിനക്ക് അറിയിച്ചു തരുന്നു. ദാ റായ മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഈ രാത്രി എന്നാണ് എപ്പോഴാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അതറിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രണ്ടാളുകൾ ഫൈറ്റ് ചെയ്യപ്പെടുക കാണുകയും അങ്ങനെ ആ ഒരു അറിവ് അള്ളാഹു എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മറപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അലം. അപ്പോൾ നമ്മൾ ഈ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിങ് സത്യം പറഞ്ഞാൽ നമ്മളുടെ അറിവുകൾ ഉയർത്തപ്പെടാനുള്ള ഒരു കാരണം കൂടെ ആകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് അത് കേട്ടോ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ എല്ലാ രാത്രികളിലും ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിക്കും, ദീർഘമായിട്ട് പ്രാർത്ഥിക്കും, ദുആകളൊക്കെ ചെയ്യും. എന്നാൽ ഈ പ്രത്യേക രാത്രികളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അലി റളിയല്ലാഹു അൻഹു പറയും, ഈ ഉറങ്ങി കിടക്കുന്നവരൊക്കെ വിളിച്ചുണർത്തുക എന്ന് പറയും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, യാ റസൂലല്ലാഹ്, നിങ്ങൾ യൂഷ്വലി ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, നിങ്ങൾ സ്വയം നിസ്കരിക്കും, സ്വയം കാര്യങ്ങൾ ചെയ്യും, അല്ലാതെ ഞങ്ങളോടൊന്നും പറയാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയാം, അത് ഞാനെങ്ങാനും പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണ് 2 ശിക്ഷ നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട, 2 കുറ്റം അവിടെ ലഭിക്കണ്ട എന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ രാവ് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് എല്ലാവരും എഴുന്നേറ്റിരിക്കണം എന്ന് എനിക്ക് അത്രയും നിർബന്ധമുള്ളതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുടുംബത്തിനെയും നിർത്തിക്കൊണ്ട് എല്ലാവരോടും ഈ ദിവസത്തിൽ ഇബാദത്തിലായിട്ട് മുഴുകാൻ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു രാവുകളിലൊന്നും ആരെയും ഉണർത്താറില്ലെങ്കിൽ ഈ രാവുകളിൽ ആരും മുറുക്കി കെട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മുഴുവനും ഉണർന്നുകൊണ്ട് ഇബാദത്തിലായിരിക്കുന്നു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ. ഇബാദത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്താറുണ്ട്. നമ്മൾ ഹദീസുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ലൈലത്തുൽ ഖദ്റിൻ്റെ ഈ രാവുകൾ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് ആ രാവ് ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹിൻ്റെ കാരുണ്യമാണ്. അതായത് നമുക്ക് ഈ രാവ് ഇന്ന രാവാണ് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ട് നമ്മൾ എന്നിട്ടും ആ രാത്രിയിൽ എങ്ങാനും നമ്മൾ മടി കാണിച്ചിട്ട് നമ്മൾ ഈ ബാത്തുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ കുറച്ചും കൂടെ കൂടുതലല്ലേ. നമുക്ക് എന്താണ് ഇന്ന ദിവസം നിങ്ങൾ വന്നാൽ എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ വേറെ ആർക്കാണ് ഇഷ്ടം. പക്ഷേ അത് അള്ളാഹുവിൻ്റെ വലിയ കാരണമാണ്. അത് അള്ളാഹു നമ്മളിൽ നിന്നും അത് മറച്ചു വെച്ചെന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്യസന്ധമായിട്ടുള്ള അടിമകളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അല്ലേ. അള്ളാഹ്ക്ക് ഓൾറെഡി അറിയാം, അത് അള്ളാഹു കുറച്ചും കൂടെ എന്താണ് അള്ളാഹുവിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു വലിയ കാരണമാണ്. അതായത് സത്യമുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അബ്ദുകൾ എന്താ ചെയ്യുക, അവർ ആ മുഴുവൻ 10 ദിവസങ്ങളിലും അള്ളാഹുവിനെ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ മറ്റുള്ളവരോ ഇത് ഇന്ന രാവിലാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഇന്ന രാവിലെ മാത്രം കാര്യം സാധിച്ചു പോവാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും അള്ളാഹിന് ഇഷ്ടമല്ല ഈ അള്ളാഹുവിൻ്റെ നല്ല അബ്ദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഈ ഒരു അടുത്ത ആയത്തിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പറയാണ്, എന്താണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ഉത്തമമായതാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ ഖയറ ഉത്തമമായത്, അല്ലേ. മിൻ അൽഫ് 1000ത്തേക്കാൾ,
ഷഹർ എന്ന് പറഞ്ഞാൽ മാസം. ഷീൻ ഹ റ. അപ്പോൾ ഇതാണ് വാക്കർത്ഥം. അപ്പോൾ ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നമ്മൾ ഖദറിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ ഒരർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാല്യൂ പറയണം. അതായത് എന്താണ് പറയുക, നൈറ്റ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ, അക്കോർഡിംഗ് ടു മെഷർ, ഒരു അളവ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ദിവസത്തിൻ്റെ വാല്യൂ മെഷർ പറയാണ്. എന്താണ്? ഹൈറു മീൻ അൽഫി ഷഹർ, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ 1000 മന്ത്സ്. അപ്പോൾ നമുക്ക് ഈ എന്താണ് പറയുക, ഒരു ഉസ്താദിൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ ഉസ്താദ് പറയണം, ഒരാൾ എന്താണ് പറയുക, എന്താണ് അയാൾക്ക് എന്തോ ഒരു പാരിതോഷികമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എനിക്ക് പറഞ്ഞു എനിക്ക് $1000 മതി എന്ന് പറഞ്ഞു. അപ്പം എന്താണ് പറയുക, എന്നിട്ട് അത് അയാൾക്ക് കിട്ടിയ ശേഷം വേറെ ആൾ ചോദിച്ചു, നിങ്ങൾ എന്താ 1000 നിർത്തിയത്, എന്താ നിങ്ങൾ അതിനേക്കാളും കൂടുതലുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു എനിക്ക് ആകെ 1000 വരെ എണ്ണാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അന്ന് അൽഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ്, അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് മെഷർ എന്നുള്ളൊരു അർത്ഥം കൂടെ ഈ 1000 വരുന്നുണ്ട്. നമ്മൾ അൽഫ് മബ്രൂക്ക് എന്ന് പറഞ്ഞാൽ വെറും 1000 ഉദ്ദേശിക്കുന്നത്, ഒരുപാട് എന്നുള്ള അർത്ഥം കാണിക്കുന്നില്ലേ. അപ്പോൾ ഈ അൽഫ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു വലിയ മെഷറാണ് കാണിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓപ്പൺ എൻഡഡ് ആണ്. ഖൈറും മിൻ അൽഫി ഷഹർ, അതായത് 1000 മാസത്തേക്കാൾ എന്ന് പറഞ്ഞത്. അവിടെ എൻഡില്ല. ആ മാസത്തേക്കാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്താണ്, നമ്മളുടെ ഒരു 53 വർഷം നമ്മൾ പറയുന്നുണ്ടല്ലോ ഏകദേശം, അതായത് നമ്മളുടെ ഒരു ലൈഫ് സ്പാൻ, നമ്മളുടെ ഒരു ജീവിതകാലം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് എന്താണ് കർമ്മങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള, അത്രയ്ക്കും അധികമായിട്ടുള്ള നൈറ്റാണ് ലൈലത്തുൽ ഖദർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്കറിയില്ല, ആ ഒരു ലൈഫ് സ്പാൻ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന റിവാർഡ് അല്ലേ. അത് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ. ആ ഒരു രാത്രി നമുക്ക് എത്രയാണ് റിവാർഡ് കിട്ടുക. എന്തായാലും അത് ബെറ്റർ ദാൻ 1000, അതായത് 1000 മാസത്തിനപ്പുറമാണ് എന്തായാലും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒഴുകുന്ന ഒരു രാത്രി കൂടെ അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ജസ്റ്റ് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സുബ്ഹാനല്ലാഹ് പറയുന്ന അത്രയ്ക്കും റിവാർഡാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സെക്കൻഡിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, നമ്മളതൊരു 5 മിനിറ്റ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാലോ എത്രങ്ങാനും ദിവസം നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞ പോലെ അല്ലേ. അതുപോലെ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചാലോ എത്ര 83 വർഷം നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച റിവാർഡ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരർത്ഥത്തിന് പറഞ്ഞത്, നൈറ്റ് ഓഫ് മെഷർ അല്ലേ. നമ്മൾ അത് അള്ളാഹു കണക്ക് പറഞ്ഞ് എന്താണ് കണക്കുകൾ എന്താണ് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ മെഷറോട് കൂടി കാര്യങ്ങൾ കൈമാറുന്നവരാകും എന്നുള്ളതിൻ്റെ ഒരർത്ഥത്തിൽ ആ ഒരു ഖദറിനുള്ള അർത്ഥം അവിടെ പറയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു നമ്മൾ നൈറ്റിൻ്റെ വേറൊരു പ്രാധാന്യം പറയുന്നത് നൈറ്റ് ഓഫ് ഡിഗ്രി അല്ലേ, വിധി നിർണ്ണയിക്കുന്ന രാത്രിയാണ്, അതുപോലെ തന്നെ ഭയങ്കര തിങ്ങി നിറയുന്ന രാത്രിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത്, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അതിൽ മലക്കുകളും റൂഹും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇറങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്, തനസ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നൂൻ നസല ഇറങ്ങും. അൽ മലായികത്ത് മലക്കുകൾ, റൂഹ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം, ഫീഹ അതിൽ ബിഇദ്നി, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട്. റൂൾ ലെറ്റർ ഡിഫറെൻ്റ് കേട്ടോ, ഹംസ ദാൽ നൂനാണ്. റബ്ബിഹിം റബ്ബ മിൻ കുല്ലി അംർ, അതായത് മിൻ എന്ന് പറഞ്ഞാൽ എല്ലാം, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം, അംർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. അതായത് അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും എന്താണ് ഇറങ്ങുന്ന ആരാവും എന്നുള്ള അർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമും, അതുപോലെ തന്നെ മറ്റെല്ലാ പ്രവാചകർക്കും ഇറക്കി കൊടുത്തിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ കിറാമൻ കാത്തിബീൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതായത് എഴുത്തുകാർ, എല്ലാ മലായിക്കത്തുകളും ഇറങ്ങുന്ന അത്രയും എന്താണ് പറയുക അമീമായിട്ടുള്ള, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയും മലായിക്കത്തുകൾ ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഞെരുക്കം ഉണ്ട് ഭൂമിക്ക് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതായത് തീരെ ഒരിക്കലും ഇറങ്ങി വരാത്ത മലായിക്കത്തുകളൊക്കെ ഇറങ്ങി വരുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ. അതോടൊപ്പം തന്നെ റൂഹ് എന്ന് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ എന്നാണ് കൂടുതലായിട്ടുള്ള പ്രബലമായിട്ടുള്ള അഭിപ്രായം. അല്ലാഹു അഅലം. എന്നിട്ടോ എന്തിനാണ് അവർ ഇറങ്ങി വരുന്നത്, മിൻ കുല്ലി അംർ, അതായത് എല്ലാ കാര്യങ്ങളും എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് എന്താണ്
അതിൽ മലക്കുകളും റൂഹും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് ഇറങ്ങുന്നതാണ് അല്ലേ. ആ കൽപ്പനയിൽ എന്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ എന്താണ് കൈമാറുകയും അത് എന്താണ് രേഖകളായിട്ട് എടുത്തു വെക്കുകയും ഒക്കെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇവിടെ തനസ്സൽ, അതായത് നസ്സൽ ജാക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ആ ഇറക്കത്തിൻ്റെ ഒരു ഗ്രേറ്റ്നസ്സും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഇറങ്ങി എന്നല്ല പറഞ്ഞത്, ഇറങ്ങുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ഇത് ഒരൊറ്റ രാത്രിയിൽ മാത്രമല്ല, എല്ലാ വർഷവും ഈ ഒരു രാവിലെ ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക എന്നുള്ള ആ ഒരു പ്രസൻറ്റ് ടെൻസ് ഫോം കൂടെ അള്ളാഹു സുബ്ഹാനല്ലാഹ് നമുക്കിവിടെ നൽകിയില്ലേ. സുബ്ഹാനല്ലാഹ്. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു ഗിഫ്റ്റ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതായത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തും ഇറങ്ങാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം മഴ പെയ്യുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങാന്ന് പറയാറില്ലേ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ രാവിലെ ആരാണ് ഈമാനോട് കൂടി ഇഹ്തിസാബോടും കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഗുഫിറ ലഹു ദംബ് അല്ലേ, അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. വരുന്നത് എന്താണ് വരാനിരിക്കുന്നതും അതുപോലെ തന്നെ ചെയ്തു പോയിട്ടുള്ളതും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അത്രയ്ക്കും എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് തരാൻ പറ്റുന്ന അത്രയ്ക്കും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു രാവും കൂടെയാണ് ഈ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ അള്ളാഹുവിൻ്റെ എന്താണ് മലായിക്കത്തുകളും ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു പ്രത്യേക രാവ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എല്ലാ വർഷവും റമദാനിൽ ഈ ഒരു രാവിലെ അള്ളാഹു ഏറ്റവും നന്നായിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. ഏറ്റവും അവസാനമായിട്ട് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സമാധാനം തന്നെയാണ് അത് പ്രഭാതത്തിൻ്റെ ഉദയം വരേക്കും. സുബ്ഹാനല്ലാഹ്. സലാം നമുക്കറിയാം അല്ലേ, സമാധാനം. സലാം സീൻ ലാം മീം. ഹത്താ വരെ, മത്ലഅ ഉദയം, ത്വലഅൻ അൽ ഫജ്ർ പ്രഭാതത്തിൻ്റെ, ഫ ജീം റ. അതായത് സലാമുൻ, അതായത് ഈ രാവിനെ കുറിച്ച് പറയണം. ഈ രാവ് എന്താണ്? അത് സമാധാനം തന്നെയാണ് അല്ലേ. നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഒരു നാമാണ് അസ്സലാം. അതുപോലെ നമ്മളെപ്പോഴും കൈമാറുന്ന അസ്സലാമു അലൈക്കും, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് പറഞ്ഞൊരു വാക്കാണ് എന്ത്? ദാറുസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തീ ചൂളിലേക്ക് ഇട്ടപ്പോൾ എന്താ അള്ളാഹു പറഞ്ഞത്? കൂനു ബർദൻ വസലാം അലി ഇബ്രാഹിം അല്ലെ, ഇബ്രാഹിമിന് എന്താണ് തണുപ്പും സമാധാനം ആക്കുക എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ രാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാനോ ഉള്ള ഒരാവല്ല. ഇത് അള്ളാഹുവിൻ്റെ പീസും സെക്യൂരിറ്റിയും സേഫ്റ്റിയും കാംനെസ്സും കണ്ടെയ്ൻമെൻറ്റും എല്ലാം ഇറങ്ങുന്ന രാവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ രാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് അല്ലേ, ഒരു സമാധാനം. നമ്മൾ എന്നും ഇല്ലാത്ത ആ ഒരു ഫീല് പ്രത്യേകിച്ച് ഈ ഒരു രാവിലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നൈറ്റ് ഓഫ് പീസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ രാത്രി നമ്മൾ മുഴുവനായിട്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട് ഈ നൈറ്റിൻ്റെ എന്താണ് എല്ലാതും നമ്മൾ ഉപയോഗിച്ചാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വരുന്ന രാവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് എന്താണ് സമാധാനത്തോടു കൂടി ജീവിക്കാം എന്നും അതിൽ പറയുന്നുണ്ട്. അല്ലാഹു അലം. അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് സലാമുൻ എന്ന് പറഞ്ഞാൽ അതൊരു കമാൻഡ് ഫോമിലും കൂടെ പറയുന്നുണ്ട്. അല്ലാഹു അലം. അതായത് നമ്മൾ എന്താണ് മിണ്ടാണ്ടിരിക്കുന്നല്ലേ നമ്മൾ സൈലൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ബി സൈലൻറ്റ് എന്ന് പറയും അല്ലേ. അതേപോലെ ഇവിടെ എന്താണ് പി അറ്റ് പീസ്, അതായത് നിങ്ങൾ സമാധാനത്തിലാവിൻ എന്നുള്ളതിന് പകരം സമാധാനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയാണ് സലാമുൻ ഹിയ. ശരിക്കും ഹിയ സലാം എന്നാണ് പറയേണ്ടത് അല്ലേ. നമ്മൾ സാധാരണ പറയുമ്പോൾ ഹിയ സലാം, അത് സമാധാനമാണ് എന്നാ പറയാം. അപ്പോൾ ഇതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു രാത്രിയും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ആയത്തിലൂടെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് തന്നെ സത്യം പറഞ്ഞാൽ ആ രാത്രിയിൽ അത് ആസ്വദിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ. കാരണം അത്രയ്ക്കും നമ്മൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാവും കൂടെയാണ് അപ്പോൾ ഈ ഒരു ലൈലത്തുൽ ഖദ്ർ. അപ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള വാല്യൂ എന്താണ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഖൈറും മിൻ അൽഫി ഷഹർ മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പവർ എന്താണ്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അതുപോലെ തന്നെ അത് എത്ര വരെയാണ്, ആ ലിമിറ്റ് മെഷർ എത്ര വരെയാണ്? ഹത്താ മത്ലഇൽ ഫജ്ർ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ 3 അർത്ഥവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ 3 ആയത്തുകളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം, വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ ആ രാത്രിയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ
ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ നഷ്ടകാലങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ പ്രൊഫഷനാകട്ടെ, നമ്മളുടെ ജീവിതാവസാനമായിക്കോട്ടെ, നമ്മളുടെ എന്ത് കാര്യങ്ങളും, നമ്മുടെ എല്ലാ ലിമിറ്റ്സും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മെഷർ ചെയ്യുന്ന ഏറ്റവും നിർണിത രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഈ ദിവസങ്ങളിൽ, ഈ രാവുകളിൽ ഏറ്റവും നന്നായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യം കൂടെയാണ്. നമ്മൾ എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു തന്നില്ല എന്ന് വിചാരിക്കരുത്. അത് റബ്ബിൻ്റെ കാരുണ്യം തന്നെയാണ്. അള്ളാഹു അത് ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളത്, നമുക്ക് കൂടുതൽ പ്രതിഫലം നൽകണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് റബ്ബ് നമുക്ക് ഇങ്ങനെ ഒരു എന്താണ് പറയുക, മൂടിവെക്കൽ അള്ളാഹു ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുക, പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ രാവിലെ എന്താണ് പറയുക, ഭയങ്കര കണ്ടെയ്ൻമെൻ്റ് ആയിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും, നല്ല സോഫ്റ്റ് കാറ്റടിക്കും, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കിരണങ്ങളില്ലാണ്ട് ഉദിക്കും. ഇതൊക്കെയാണ് ഈ ഒരു രാവിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും നമ്മൾ ഈ രാവ് എത്രത്തോളം യൂസ്ഫുൾ ആക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് പിന്നിലാണ്. നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. അപ്പോൾ ഈ രാവിലെ ഈമാനോട് കൂടിയും ഇഹ്തിസാബോട് കൂടിയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഏറ്റവും എന്താണ് പറയുക, കഴമ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഇഖ്ലാസോട് കൂടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാവിൻ്റെ പ്രത്യേകതകൾ. ഞാൻ ദിവസം എന്ന് പറഞ്ഞതൊക്കെ രാവിനെ ഉദ്ദേശിക്കുന്ന കേട്ടോ. കൂടുതൽ സീരിയസ് ആയിട്ട് അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ ഉണർത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇനി വരുന്ന ലൈലത്തുൽ ഖദ്ർ രാവുകൾ നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ സൂറത്തിൻ്റെ ലെസൺ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്താണ് പറയുക രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. നമ്മൾ ഇതെന്താ അള്ളാഹു പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ നന്നായിട്ട് രാവിലെ കർമ്മങ്ങൾ ചെയ്യാലോ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അള്ളാഹു അതിനേക്കാൾ കൂടുതൽ അല്ലേ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു ഖൈറു മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യാത്ത അത്രയും റിവാർഡ് നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് അതിനൊരു ലിമിറ്റ് വെക്കാണ്ട് ആ ദിവസത്തിൽ എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖദ്ർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഖദ്റിൻ്റെ രാവാണ്. നമ്മൾ ഏറ്റവും നല്ല ഖദ്റാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട പ്രത്യേകം ദുആ ചെയ്യേണ്ട ഒരു രാവ് കൂടെയാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഈ രാവുകളിൽ പ്രത്യേകം ദുആ ചെയ്യേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ثبتنا عند الموت بلا إله إلا الله. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. جزاكم الله خيرا. بارك الله فيكم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.